വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും ഷാപ്സ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി അടപ്രഥമനാണ്. അപ്പോൾ ഓണമൊക്കെ ആയതുകൊണ്ട് ഒരു സ്പെഷ്യൽ അടപ്രഥമൻ നമുക്ക് ഉണ്ടാക്കാം. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ ശർക്കരയൊന്ന് അലിയിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ശർക്കര പൊടിച്ചിട്ടിട്ടുണ്ട്. ഞാൻ ഒരു 500 ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അതിൽ 1 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് അലിയിച്ചെടുക്കാം. അപ്പം നമ്മൾ ആ സമയം കൊണ്ട് കുറച്ച് വെള്ളം വെച്ചിട്ട് നമുക്ക് നമ്മുടെ അടയൊന്ന് വേവിച്ചെടുക്കണം. ഇത് നമ്മൾ വാങ്ങിച്ച അടയാണ്. അപ്പം നമുക്കിതൊന്ന് വെള്ളത്തിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ ശർക്കരയൊന്ന് അലിഞ്ഞ് വരുന്നുണ്ട്. ഇത് നല്ലപോലെ നമുക്കതൊന്ന് അലിയിച്ചെടുക്കാം. ഇങ്ങനെ ഇപ്പോൾ അലിഞ്ഞ് വന്നിട്ടുണ്ട് ശർക്കര. ഇനി ഇത് നമുക്ക് ഇതിനകത്തെ പൊടിയും തരിയൊക്കെ മാറാൻ വേണ്ടിയിട്ടൊന്ന് അരിച്ചെടുക്കാം. ഒരരിപ്പയിൽ നമുക്ക് ഈ ശർക്കര പാനി നമുക്ക് അരിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ശർക്കര പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അന്നേരത്തേന് നമ്മുടെ അട വെന്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് അതിനകത്ത് വെള്ളം ഒന്ന് മാറ്റിയിട്ട് നമുക്കിതൊന്ന് അരിപ്പയിലിട്ട് വെക്കാം. ഇനി നമ്മൾ അരിച്ചെടുത്ത നമ്മുടെ ശർക്കര പാനി ഒരു പാത്രത്തിൽ വെച്ചിട്ട് നല്ലപോലെ തിളയ്ക്കാൻ വെക്കാം. ഇത് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന അട എടുത്ത് നമുക്ക് ഈ ശർക്കര പാനിയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ ശർക്കര പാനിയിൽ അട നല്ലപോലെ കുറുകി വരണം. അതുവരേക്കും നല്ലപോലെ അടി പിടിക്കാതെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. നമുക്ക് ഇളക്കിക്കൊണ്ടിരുന്ന് ഈ ശർക്കര പാനിയൊക്കെ വറ്റി നല്ല വരട്ടി എടുക്കേണ്ടതുണ്ട്. ഇപ്പം ശർക്കര പാനി നല്ലപോലെ അടയിലൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇത് നല്ലപോലെ വറ്റി വരുന്നുണ്ട്. ഇത് വറ്റി വരുന്നതനുസരിച്ചാണ് നമ്മുടെ പ്രഥമൻ്റെ ടേസ്റ്റ്. ഇപ്പം നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മളിവിടെ തേങ്ങാപ്പാലാണ് യൂസ് ചെയ്യുന്നത്. ഇത് 3-ാം പാലാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അത് നമുക്കൊരു 3/4 കപ്പോളം വരുന്നുണ്ട്. അത് തേങ്ങാപ്പാൽ നമുക്ക് 3-ാം പാൽ ചേർത്ത് കൊടുക്കാം. ഒരു തേങ്ങയാണ് നമ്മൾ എടുത്തിരുന്നത്. നമുക്ക് ഈ തേയില 3-ാം പാൽ നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കുക. അത് ഇതേപോലെ ശർക്കര പാനി പറ്റി വന്നതുപോലെ തന്നെ ഈ പാലും നല്ലപോലെ വറ്റി വരണം. ഇപ്പം നമുക്ക് തീ കുറച്ചിട്ടിട്ട് നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇപ്പം നമ്മുടെ 3-ാം പാൽ ഒഴിച്ചിട്ട് നല്ലപോലെ വറ്റി വന്നു. അപ്പോഴത്തേക്ക് ഞാൻ 2-ാം പാലൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ 2-ാം പാൽ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനലായിട്ടുള്ള 1-ാം പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനിയിപ്പോൾ നമ്മൾ 1-ാം പാലൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ പ്രഥമൻ ഏകദേശം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. അടയൊക്കെ നല്ലപോലെ ചെറുതായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചുക്കുപൊടിയും ഏലക്ക പൊടിച്ചതും കൂടെ ചേർക്കണം. അത് നമുക്ക് കുറച്ച് ശകലം മതിയാവും. അതിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്തെടുക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് 2 സ്പൂൺ നെയ്യ് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ നെയ്യ് ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. നമ്മുടെ അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് വറുത്ത് വരുമ്പോഴേക്കും നമുക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കാം.
ഇപ്പം നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ആ നെയ്യും കൂടെ നമുക്ക് ഈ നമ്മുടെ അടപ്രഥമനിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. നമ്മുടെ അടപ്രഥമൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. വേഗം തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. ഞങ്ങൾ കഴിച്ച് നോക്കി, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടും ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും മറക്കരുത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.